ശിവ, കൈയും കാലും നല്ലോണം സോപ്പിട്ട് കയറ്റി ഇങ്ങോട്ട് കയറിയാ മതി. സാധനം അവിടെ വെച്ച് ഞാൻ എടുത്തോളൂ. സാധനം എടുക്കാലോ. ഇത് പൊതുന്നില്ല. എടാ ആരെങ്കിലും വന്ന് സഹായിക്കണ കാലന്മാരെ. ആ കാലിപ്പോ ലോകം മുഴുവൻ സഹായിച്ചോണ്ടിരിക്കാം. മരണം 1 ലക്ഷം കഴിഞ്ഞ്. എടാ സീജേഷേ ഒന്ന് പാടാ. എടാ സീജേഷേ. ഓ ബാബുനെ സഹായിക്കാം തേങ്ങ പൊട്ടിക്കേ. ഈ റേഷൻ അരിക്കൽ എന്ത് കനാന്നറിയോ? റേഷൻ അരിക്ക് മാത്രല്ലേ ശിവ കനം, എല്ലാവർക്കും അതിന്റേതായ കനമുണ്ട്. പക്ഷെ റേഷൻ അരിന്റെ കനവും ജനങ്ങൾ അറിയുന്നത് ശരിക്കും ഇപ്പോഴാണ് മാത്രം. മീൻ കൊണ്ടിട്ടാ എന്നാ നമ്മളിന്ന് പൊളിക്കും. ആഹാ, എന്തെങ്കിലും വായ്ക്കൃഷിയായിട്ട് വല്ലതും കഴിക്കാലോ. എനിക്ക് ഈ തീറ്റന്റെ വിചാരം മാത്രമല്ലേ ഉള്ളൂ. 2 ലക്ഷം പൊരിക്കണോ? മീനാ? മീനല്ല മോനെ, അയില. എല്ലാ ശിവാട്ട ഇങ്ങനെ തേടി കൊണ്ടുവന്നത്? ശിവ ആയിക്കോണ്ടാ, അത് ശരിയാക്കാം. കളിക്കല്ല ഇങ്ങോട്ട് ശരിയാവുണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. എന്റെ ശിവ, നീ എന്ത് പണിയായി കാണിക്കുന്നു? അല്ല ശിവ, നിനക്ക് എന്തിന്റെ ഭ്രാന്താ? ഇങ്ങോട്ട് മാറിയാട്ടെ. ഇങ്ങനല്ലേ ഏത് ലോകത്തുള്ളേ? പൂച്ച പോലും തിന്നാത്ത മാരക വിഷമിട്ട മീനാണ്. തമിഴ്നാട്ടില് വളമുണ്ടാക്കാൻ വെച്ച് 6-7 മാസം പഴക്കമുള്ള മീന്. ഓ ഓപ്പറേഷൻ സാഗര റാണി 1641 കിലോ മീന പോലും കഴിഞ്ഞ ആഴ്ച പോലീസ് പിടിച്ച് കുടിച്ചിട്ടത്. അത് ശരിയാ, 8856 കിലോ സാധന കഴിഞ്ഞ ദിവസം പിടിച്ചത്. പഴയ മീനിന്റെ കൂടെ കുറച്ച് പുതിയ കൂടി ഇട്ടാല് സംഗതി എളുപ്പമായല്ലോ. ഏത് എല്ലാവർക്കും എല്ലാം അറിയൂ, എന്നാലും മീൻ വാങ്ങും. അതാണ് മലയാളി. ഇത് ഏതവനാ ഇപ്പൊ ഇത് വാങ്ങിട്ട് വന്നേ? കഴുകി എനിക്കറിയാലോ. നടക്കൂല മോനെ. ആ മീനെല്ലാം പൊറുക്കി കുഴിച്ചിട്ടിട്ട് ഒരിക്കൽ കൂടി കൈകേറ്റി കയറിയാ. ശിവ, എന്താ റേഷൻ ഇതിന്റെ ഒരു പവർ? പണ്ട് 1975 കാലഘട്ടത്തില് റേഷൻ അരിന്ന് കറി വെക്കാനുള്ള പുഴുവിനെയും തറ കെട്ടാനുള്ള കല്ലും പൊലമ്പാറാനുള്ള നെല്ല് വരെ യഥേഷ്ടം കിട്ടിയിരുന്നു. പക്ഷെ 5 പൈസ ചെലവില്ലാതെ നമ്മുടെ സർക്കാർ നമുക്ക് തരുന്നത് അരിയല്ല, പൊന്നാ. ഓന്റെ പൊന്നോ, ഒന്ന് വേഗം നോക്ക്, വിശന്നിട്ട് വയ്യ. നല്ല ഭക്ഷണം കിട്ടണമെങ്കിൽ നമ്മൾ കൃഷിയിലേക്ക് തന്നെ മടങ്ങണം. കറക്റ്റ്. ഈ ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ നീറ്റിപ്പോക്കിയ കുറെ അതിഥി തൊഴിലാളികളുണ്ടല്ലോ, അവരുടെ മാൻ പവർ നമുക്ക് ഈ മണ്ണിലേക്ക് ഇറക്കാം. അത് ഐഡിയ. നമ്മക്കെല്ലാം നാളെ ഷർട്ടും കൊണ്ടെല്ലാം പരിഞ്ഞല്ല. ആ സാമാനോട് ചൂടാക്ക്. ബാബു, ആ സ്റ്റൗ ഒന്ന് കത്തിക്ക്, ചോറ് വേണ്ടേ? തീയല്ലേ? തീരാ പുറപ്പെട്ടു കഴിഞ്ഞു. ഗൾഫ് നാടുകളിലെ കൊറോണയെ കത്തി ചാമ്പലാക്കിയ തീരാ പുറപ്പെട്ടു കഴിഞ്ഞു. ഈ തീയാണോ കഴിഞ്ഞ ദിവസം ഉത്തരത്തിലെ ഗ്രാമമൊത്തം ചാമ്പലാക്കിയത്? എന്നാ പറ്റി ശിവ? ശക്തമായ തുമ്മൽ. കൊറോണയുടെ ലക്ഷണം. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് അനാവശ്യമായ ആശങ്കകൾ ഒഴിവാക്കാം. ശരിയായ നിരീക്ഷണമാണ് ആവശ്യം. അതെ, ലോക്ക്ഡൌൺ മാറിയാലും കരുതലിന്റെ അകലവിശിഷ്ടവും നമ്മൾ പാലിക്കണം. സർക്കാർ നമ്മുടെ കൂടെയുണ്ട്.